ഒക്ടോബറിലെ റെക്കോർഡ് വർധനവിൽ നിന്നും ആശ്വാസമായിക്കൊണ്ട് സ്വർണ്ണവിലയിൽ വലിയ ഇടിവാണ് നവംബറിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാനും ദിവസം നേരിയ വർധനവ് രേഖപ്പെടുത്തിയെങ്കിലും അതിനെല്ലാം ബഹുദൂരം പിന്നിലാക്കുന്ന ഇടിവാണ് സ്വർണത്തിൽ എന്നുൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെയുള്ള പ്രതിഭാസമാണ് ഇപ്പോഴും തുടരുന്നത്. ഒക്ടോബർ 31 പവന് 59,640 എന്ന കേരള ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കിലായിരുന്നു സ്വർണ്ണവില. എന്നാൽ 13 ദിവസങ്ങൾക്കിപ്പുറം ഒരു പവൻ 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 56,672 രൂപയാണ്. 2,952 രൂപയുടെ വ്യത്യാസമാണ് ഈ ദിവസങ്ങളിലായി ഉണ്ടായത്. നവംബർ മാസത്തെ മാത്രം കണക്കെടുക്കുകയാണെങ്കിൽ ഈ മാസത്തെ കൂടിയ വിലയും ഇന്നത്തെ വിലയുമായി 2,408 രൂപയുടെ വ്യത്യാസമുണ്ട്. ഒന്നാം തീയതി രേഖപ്പെടുത്തിയ 59,080 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കൂടിയ നിരക്ക്. ട്രംപ് അധികാരം ഉറപ്പിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിലായി 2,240 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു മാസം മുൻപാണ് ഇന്നത്തേതിന് സമാനമായ നിരക്ക് സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ ഡോളർ കരുത്താർജിച്ചതാണ് സ്വർണത്തിന് തിരിച്ചടിയായതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ട്രംപ് US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനു ശേഷം സ്വർണ്ണവില കുത്തനെ ഇടിയാൻ തുടങ്ങി. ഡോളർ മുന്നേറിയതും ക്രിപ്റ്റോ കറൻസികളും സ്വർണ്ണവിലയുടെ ഇടിവിന് കാരണമായതായി കമ്മോഡിറ്റി വിദഗ്ധനായ മനോജ് ജെയിൻ പറയുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ ട്രോയ് ഔൺസിന് 2,617.15 ഡോളർ എന്ന നിരക്കിലാണ് ഇന്നത്തെ വിൽപ്പന. ഒക്ടോബർ 10 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്ക് കൂടിയാണ് ഇത്. നിലവിലെ വിലയിടിവ് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർ മുതലെടുക്കുമെന്നാണ് വിദഗ്ധരുടെ നിർദ്ദേശം. കാരണം ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണത്തിന്റെ വില മുകളിലേക്ക് ഉയരാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇപ്പോഴത്തെ കുറഞ്ഞ നിരക്കിൽ സ്വർണം വാങ്ങുകയോ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുകയോ ചെയ്താൽ അത് ലാഭകരമായി മാറിയേക്കും. ട്രംപിന്റെ വിജയം ഡോളറും ഈൽഡും US ഓഹരികളും മുതൽ ക്രിപ്റ്റോ കറൻസികളും വരെ നിക്ഷേപക പ്രിയം നേടുന്നുണ്ടെങ്കിലും സ്വർണത്തിന് എന്നും അതിൻ്റെതായ നിക്ഷേപക മൂല്യമുണ്ട്. അതുകൊണ്ട് തന്നെ ട്രംപ് തന്റെ നയങ്ങൾ ശക്തിപ്പെടുത്തിയാലും ഇല്ലെങ്കിലും സ്വർണം ഒരിക്കലും നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നഷ്ടം വരുത്തില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.